നമസ്കാരം. ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പൊഴിയൂർ ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് ബ്രിഡ്ജിൽ നിന്ന് പാലത്തിൽ നിന്നാണ് നമ്മുടെ തുടക്കം. ഇപ്പോൾ ഇലക്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷൻ പൊടിപൊടിക്കുന്നു. അപ്പം നമ്മൾ വരവേൽക്കുന്നത് സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡ് ഉൾപ്പെടെയാണ് നമ്മളെ ഈ ശരിക്കും പൊഴിയൂരിലേക്ക് വരവേൽക്കുന്നത്. മാത്രമല്ല ഈ കൊടി തോരണങ്ങളൊക്കെ ഇങ്ങനെ ആർച്ച് നല്ല ഭംഗിയായിട്ട് ബീച്ചിലോളം നിരത്തിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഇവിടുത്തെ കത്തോലിക്ക പള്ളിയുടെ തിരുനാളാണ്. അപ്പോൾ തിരുനാളിനോടനുബന്ധിച്ചുള്ള കൊടി തോരണങ്ങളും വർണ്ണശബളമായ കാഴ്ചകളാണ് ഈ പോകുന്ന വഴി മുഴുവൻ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള, അതായത് ഇലക്ഷൻ്റെ ചൂട് ഒരു സൈഡിൽ, തിരുനാളിൻ്റെ ചൂട് ഒരു സൈഡിൽ, ഒപ്പം നല്ല വെയിലുമുണ്ട്. മഴ ചെറുതായിട്ട് വന്നു പോയെങ്കിലും നല്ല വെയിൽ ഉച്ചസ്ഥായിലുള്ളൊരു സമയം കൂടിയാണ്. ഇപ്പോൾ ഏതാണ്ട് 2 മണിയായിട്ടുണ്ട്. നല്ല കട്ട വെയിലത്താണ് നമ്മുടെ ഈ യാത്രയും സാഹസവും. അപ്പോൾ പൊഴിയൂരെന്ന ബീച്ചിൻ്റെ വിശാലമായ ഭംഗി ആസ്വദിക്കുകയും ചരിത്രമൊക്കെ അറിഞ്ഞു വരാം. എന്നോടൊപ്പം വന്നുകൊണ്ടേയിരിക്കുക. സുനാമിയിൽ തീരമെടുത്തൊരു ബീച്ച് കൂടെയാണ് പൊഴിയൂർ ബീച്ച്. സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പുലിമുട്ട് ഇങ്ങനെ വാരിക്കോരി ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ തിരുനാളിൻ്റെ ചില ഭാഗങ്ങളും അതിൻ്റെ ഇതാണ്. വേറൊരു സംഭവം അവിടെ സംഭവിച്ചു. ഈ 14 മുതൽ 23 വരെയാണ് അവിടുത്തെ തിരുനാൾ, ക്രിസ്തുരാജ്യത്തെ ദേവാലയത്തിൻ്റെ തിരുനാൾ. പക്ഷേ ഒരു സങ്കടകരമായൊരു കാര്യമാണ് സംഭവിക്കേണ്ട. ഒരു പയ്യൻ, 21 വയസ്സുള്ളൊരു പയ്യനെ മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖവും കാണാനുണ്ട്. തിരികെ ഈ വ്ലോഗിൽ തിരികെ വരുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. പക്ഷേ അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പൊഴിയൂരിൻ്റെ സൗന്ദര്യത്തിൻ്റെ വർണ്ണനകളിലേക്കും കാഴ്ചകളിലേക്കുമാണ്. ഇത് അങ്ങ് അറ്റം അവസാനിക്കും. അത് ആ കാണുന്നത് പൂവാറാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊഴിയൂർ. നമ്മൾ ഈ കായലും കടലും ചെന്ന് ചേർന്ന് ഒരു സൈഡ് പൂവാറും ഒരു സൈഡ് പൊഴിയൂരുമാണ്. 2 സൈഡും ജനവാസ കേന്ദ്രങ്ങളാണ്. 2 സൈഡിലും ആൾക്കാർ താമസിക്കുന്ന ഇടമാണ്. കടപ്പുറത്ത് പണിക്ക് പോകുന്നവരുണ്ട്. കടലിലുകൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ് ഏറെ. എങ്കിലും ഒരുപാട് പുതിയ തലമുറക്കാരൊക്കെ വിദ്യാസമ്പന്നരാണ്. നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള പുതിയ തലമുറയാണ് എന്നതും ഒരു നല്ല കാര്യമാണ്. നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടും നല്ല വെയിലായതുകൊണ്ടും ആളെണ്ണം കുറവേ ഉള്ളൂ. ശരിക്കും ഒരു രാവിലെയും വൈകുന്നേരമൊക്കെ ഈ തീരം വളരെ വളരെ കളർഫുള്ളും ഒപ്പം നല്ല തിരക്കുമായിരിക്കും മിക്കവാറും. ഇന്ത്യയിലെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗ്രാമമാണ് പൊഴിയൂർ. ക്രമേണ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഇത് വളർന്നു. പൂവാർ ടൂറിസം മേഖലയിലെ പ്രധാന ആകർഷണങ്ങൾ പൊഴിയൂരാണ്. നെയ്യാർ നദി അറബിക്കടലിൽ പതിക്കുന്നതിന് മുമ്പ് രൂപം കൊണ്ട അഴിമുഖമായ പൊഴിക്കരയാണ് പൂവാറിൻ്റെ ടൂറിസം സർക്യൂട്ടിൻ്റെ ആകർഷണ കേന്ദ്രം. ഗോൾഡൻ ബീച്ച്, എലിഫന്റ് റോക്ക്, അനന്ത വിക്ടോറിയ മാർത്താണ്ഡവർമ്മ കനാൽ, പിയാത്ത എന്നിവയാണ് തിരുവനന്തപുരത്തെ പൊഴിയൂർ ബീച്ച് പ്രദേശത്തെ മറ്റു പ്രധാന ആകർഷണങ്ങൾ. ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തീരദേശ അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൊഴിയൂരിൻ്റെ ചരിത്രം പുരാതന കാലഘട്ടത്തിലേക്ക് നീളുന്നു. പൊഴിയൂരിന് പൊഴിക്കരയിലെ ഇന്നത്തെ സ്വർണ്ണ മണൽ തീരത്ത് ഒരു പുരാതന തുറമുഖം ഉണ്ടായിരുന്നു. BC 1000 ദാവീദിൻ്റെയും സോളമൻ്റെയും കാലഘട്ടത്തിൽ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു അത്. ആ കാലഘട്ടത്തിലെ തടി, ചന്ദനം, ആനക്കൊമ്പ്, സുഗന്ധ ദ്രവ്യങ്ങൾ, മറ്റു പ്രധാന വസ്തുക്കൾ എന്നിവയുടെ ഒരു പുരാതന വ്യാപാര കേന്ദ്രമായിരുന്നു പൊഴിയൂർ. സോളമൻ്റെ കപ്പലുകൾ തുറമുഖത്ത് വന്നിറങ്ങി ലോകത്തിൻ്റെ ഈ ഭാഗവുമായി വ്യാപാരം നടത്തിയിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പൊഴിയൂരിൻ്റെ പുരാതന നാമം ഓഫിർ എന്നായിരുന്നു. അത് ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്നു. 1 രാജാക്കന്മാർ 10-11 അവലംബം ആവശ്യമാണെങ്കിൽ. അറേബ്യയിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ആദ്യകാലങ്ങളിൽ പൊഴിയൂരിലും പൂവാറിലും താമസമാക്കിയിരുന്നു.
പുതിയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനായി കേരളത്തിലെത്തിയ ആദ്യകാല മുസ്ലിം പ്രഭാഷകനായ മാലിക് ദിനാറാണ് പൂവാറിലെ പള്ളി സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗ്രീസിൻ്റെയും റോമൻ സാമ്രാജ്യത്തിൻ്റെയും സുവർണ കാലഘട്ടത്തിൽ പൊഴിയൂർ ഒരു സമ്പന്നമായ തുറമുഖമായിരുന്നു. മുസിരിസ്, കോഴിക്കോട് തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങൾ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായി ഉയർന്നു വന്നതോടെ പൊഴിയൂരിന് അതിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടു. പൊഴിയൂർ കായൽ കടലുമായി സംഗമിക്കുന്ന സ്ഥലമാണ്. എല്ലാ വർഷവും നിരവധി വിനോദസഞ്ചാരികളെ ഈ ബീച്ച് ആകർഷിക്കുന്നു. ബോട്ടിംഗ് സൗകര്യങ്ങളും കായൽ ടൂറിസവുമുള്ള ഒരു പ്രകൃതി വിഭവ പ്രദേശം കൂടിയാണ്. ഐസോള ഡി കൊക്കോ ബീച്ച് റിസോർട്ട്, എസ്റ്റുറി ഐലൻഡ്, പൂവാർ ഐലൻഡ്, ഓവർ ദി ഹിൽ, ഹവേലിയ ഐലൻഡ് റിസോർട്ട് തുടങ്ങിയവ പൊഴിയൂർ പൊഴിക്കരയിലും പരിസരത്തുമുള്ള ചില റിസോർട്ടുകളാണ്. കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ പൂവാറിൽ നിന്നും പൊഴിയൂരിൽ നിന്നും താങ്ങാനാവുന്ന വിലയിൽ ബോട്ടിംഗ് സേവനങ്ങൾ ലഭ്യമാണ്. ബയോലിമിനെസൻസ് എന്ന പ്രതിഭാസം നമുക്ക് വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിയും. കേരളത്തിലെ ഏറ്റവും മികച്ച പാർട്ടി ഡെസ്റ്റിനേഷനുകളൊന്നായി പൊഴിയൂർ അറിയപ്പെടുന്നു. തിരുവിതാംകൂർ സംസ്ഥാനത്തെ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് 1860 ജൂലൈയിൽ അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ രൂപീകരിച്ചു. തിരുവനന്തപുരത്തെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നതിനും അങ്ങനെ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തേക്ക് ജലഗതാഗതം വ്യാപിപ്പിക്കുന്നതിനുമുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. പൊഴിയൂർ, മാർത്താണ്ഡം തുറൈ, തേങ്ങാപ്പട്ടണം, കൊളച്ചൽ, മുണ്ടേക്കാട് എന്നിവയുൾപ്പെടെ 20ലധികം വരുന്ന എല്ലാ തീരപ്രദേശങ്ങളും തീരദേശ ഗ്രാമങ്ങളും നാവിഗേഷൻ ഉൾപ്പെടെയുള്ള മിക്ക ആവശ്യങ്ങൾക്കും ഈ വിഭവത്തെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇതിൻ്റെ ഉദ്ദേശം നിറവേറ്റപ്പെടുന്നില്ല ഇന്ന്. സെൻറ്റ് മാത്യൂസ് ഹൈസ്കൂൾ, ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂൾ, സെൻറ്റ് മേരീസ് LP സ്കൂൾ, മാത്യൂസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നൂർലുഹിദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്ക് പൊഴിയൂർ ശാഖ, മുത്തൂറ്റ് ഫിനാൻസ് പൊഴിയൂർ ബ്രാഞ്ച്, പൊഴിയൂർ ഗവൺമെൻറ് ആശുപത്രി, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് പൊഴിയൂർ, പിൻകോഡ് 695513, പൊഴിയൂർ പോലീസ് സ്റ്റേഷൻ, മത്സ്യഫെഡ്, മത്സ്യഭവൻ, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ അക്വാകൾച്ചറൽ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ പൊഴിയൂരിൽ ഉണ്ട്. നവംബർ 17 നിർമ്മിച്ച ഉദ്ഘാടനം ചെയ്തൊരു പിയാത്തയാണിത്. പ്രത്യേകിച്ച് കടലോര പ്രദേശങ്ങൾ ചെറിയ ആത്മീയതയുടെ കേന്ദ്രങ്ങൾ കൂടിയാണ്. ഏത് ബീച്ച് എടുത്താലും അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയോ ഒരു അമ്പലമോ ക്ഷേത്രമോ സ്വാഭാവികമായി അവിടെ ഉണ്ടാകും. ആത്മീയൊരു വശം കൂടി എല്ലാ ബീച്ചുകൾക്കും ഉണ്ട് എന്നതൊരു സത്യമാണ്. അപ്പോൾ ബോട്ടിംഗ് ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. കടൽ സംരക്ഷണത്തിന്, തീര സംരക്ഷണത്തിന്, അതായത് ഈ വെള്ളം ഒലിപ്പിച്ച് കൊണ്ടുപോകാതിരിക്കാൻ മണലിൻ്റെ തീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുലിമുട്ടുകളാണ് ആ ത്രികോണ ഷേപ്പിൽ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളത്.
അപ്പോൾ കൂട്ടുകാരെ, ഈ വലത് സൈഡ് കാണുന്നത് കായലും ഇപ്പറേ കാണുന്നത് കടലുമാണ്. ഒരുപാട് റിസോർട്ട് ഉണ്ട് അവിടെ. ഇതെല്ലാം കൊച്ചു കൊച്ചു എന്താ പറയണ ബോട്ട് ഹൗസാണ്. കൂടുതലും ടൂറിസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഹണിമൂൺ ട്രിപ്പിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇത് അവിടെയൊക്കെ ഇഷ്ടംപോലെ ബോട്ടിങ്, നല്ല സുന്ദര കാനന ഭംഗി അല്ലല്ലോ, കടൽ ഭംഗി, കായൽ ഭംഗിയൊക്കെ നുകർന്ന് ഇങ്ങനെ ഒരുപാട് സഞ്ചാരികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കായലും കടലും കണക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് നടക്കാം. ഇച്ചിരി ദൂരമുണ്ടേ, നടന്നു പിടിക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ നിരനിരയായിട്ട് ടൂറിസ്റ്റുകളെ കാത്തിങ്ങനെ വഞ്ചി വീടുകൾ കണ്ടാൽ ബോട്ട് പോലെ ഇല്ല, പക്ഷേ അതെല്ലാം വെള്ളത്തിനകത്താണ് കൊച്ചു കൊച്ചു വീടുകൾ. അപ്പോൾ അതെല്ലാം റിസോർട്ടാണ്. ഇവിടെ മഹീന്ദ്രൻ്റെ റിസോർട്ടുണ്ട്, അല്ലാതെ പല പേര് ഞാൻ പറയുന്നില്ല. ചില പ്രധാന പൊളിറ്റീഷ്യൻസിൻ്റെ ബിനാമി റിസോർട്ടുകളൊക്കെ ഈ ചുറ്റുവട്ടത്തുണ്ട്. തൽക്കാലം വിവാദങ്ങൾക്ക് പിന്നാലെ പോകണ്ട. ഇത് കണ്ട. അപ്പോൾ ഇത് കായൽ, ഇതേ അപ്പുറം കടൽ. അപ്പോൾ കടലും കായലും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അവിടെ ഇഷ്ടംപോലെ അവിടെ ഇരിക്കാൻ ആ ചുറ്റുവട്ടത്ത് കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട്. കാരണം ഇത് രസമെന്ന് അറിയാമോ? ആ കാണുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് വേറൊരു സ്ഥലമാണ്. അത് നമ്മൾ വരുന്നത് ഈ വഴിയാണ്. അപ്പോൾ ഇത് രണ്ട് സ്ഥലത്താണ്, പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് ഇതിവിടെ എത്തുമ്പോൾ എല്ലാം കണക്റ്റഡാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ, അപ്പോൾ അവിടെ നിന്ന് നടന്ന് ആ പാറയും കുരിശിനും അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ. കുരിശുപാറ എന്ന് നമുക്കിതിനങ്ങ് പേരിടാം. നല്ല വെളുത്ത മണലാണ്. ഉണ്ടാ വെളുപ്പിച്ചാൽ പ്യൂർ വൈറ്റ് അല്ല, ഒരു മിൽക്കി വൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിതാ എത്തിയിരിക്കണം. നല്ല രസമുണ്ടല്ലേ, കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ. ഒരു സിനിമാറ്റിക് ടച്ച്, ഒരു റൊമാൻറ്റിക് ടച്ച് ഒക്കെ ഉണ്ടെന്ന് തോന്നണം അല്ലേ. എന്നാലും സംഗതി കൊള്ളാം. ഇതിനൊന്ന് വലം വെച്ച് വന്നാലോ. ഒരു ഭംഗിയല്ലേ, ഒരു രസമല്ലേ. വേണ്ടേ കടൽ വലം വെച്ച്, അതായത് ചിലപ്പോൾ തിരമാല വന്നാൽ കാലിൽ വെള്ളം നനയും. എന്നാലും നമുക്കൊന്ന് ചുറ്റി അടിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ഈ പാറേനെ ഒരു വലം വെച്ച് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ഒരു വലം വെച്ചേ. ബാക്കി ഇതായി പറയാം. നമ്മുടെ നേരത്തെ ഉണ്ടല്ല ഹൗസ് ബോട്ട് ഇതാണ്. ഇവിടെ ഇച്ചിരി ഇത് കണ്ട. ഇതിൻ്റെ പ്രത്യേകത എന്താ? ആ കാണുന്ന കടലല്ലേ, ഇതിൻ്റെ കായലിലെ വെള്ളം, കായലും കരയും സംഗമിക്കുന്നത് കണ്ട. ഇതാണ് സംഗതി. അത് കായൽ, ആ കാണുന്നത് കായൽ. ഈ കായലിലെ വെള്ളം എവിടെ ചെന്ന് ചേരുന്നു? ഇതിൻ്റെ അവിടെ ജോയിനിങ് പോയിൻ്റാണ്. അപ്പോൾ അപ്പുറത്തെ കടലാണ്. അപ്പോൾ കായലും കരയും തമ്മിൽ കണക്റ്റായി, അങ്ങനെയാണ് പൊഴി. കായലും കടലും തമ്മിൽ ചേരുന്ന സ്ഥലത്തെയാണ് പൊഴി എന്ന് പറയുക. അപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? പൊഴിയൂരിൽ. ഇങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉള്ളൊരു സ്ഥലമുണ്ട്. അതുകൊണ്ട് പൊഴിയൂർ എന്ന പേര് പൊഴിയൂരിന് ലഭിച്ചത്. അടിപൊളിയല്ലേ സംഗതി? അപ്പോൾ ഇതാണ് പൊഴിയൂർ. ഒരു സംഗതി പറയാം, അവിടെ നിന്നാണ് ഇൻട്രോ പറഞ്ഞത്. ഈ കുരിശിൻ്റെ പുറകെ നിന്നാണ് ഇൻട്രോ പറഞ്ഞത്. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് ബ്രേക്ക് ആവും. എനിക്ക് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ആ കടലും കായലും ജോയിൻ്റ് ആവുന്ന സ്ഥലത്ത് എനിക്ക് ഇപ്പുറത്ത് അതുവഴി കണക്ട് ചെയ്ത് ആ കടൽ തീരുവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കായൽ തീരത്താണ്. കണ്ട, ഇപ്പോൾ നിൽക്കുന്ന കായലിൻ്റെ പ്രോപ്പർട്ടിയിലാണ്. ഇത് കായൽ, ഇപ്പുറം കടൽ. യെസ്. അപ്പോൾ അവിടെ ടൂറിസ്റ്റ് ബോട്ട്, കൊച്ചു കടകളൊക്കെ ഉണ്ട്. പിന്നെ കുതിരസവാരിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ രസമെന്ന് വെച്ചാൽ അപ്പുറം പോകണമെങ്കിൽ ഒന്നുകിൽ ബോട്ടിൽ കയറണം, അല്ലെങ്കിൽ അവിടെ നല്ല ഡേഞ്ചറാണ്. ആ കായലും കയറുന്നിടത്ത് നടക്കാൻ വെച്ചാലേ ഡേഞ്ചറായിപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. നമ്മുടെ പൊഴിക്കരയുടെ ഭംഗി കണ്ടല്ലോ, പൊഴിയൂരിൻ്റെ ഭംഗി
ഇതേ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊണ്ട് നിർത്താം. എന്നിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കൂടെ തന്നെ പറ്റുമെങ്കിൽ നോക്കട്ടെ. അവിടുത്തെ ആ കറക്റ്റായിട്ടുള്ള ആ ജോയിനിങ് സ്ഥലത്ത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ കാണുന്നത് കടൽ, ഈ കാണുന്നത് കായൽ. അതാണ് ആ കായലും കരയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഇതേ അത് കേട്ടോ. അവിടെ ആ സ്ഥലം ഞാൻ അവിടെ നിങ്ങളെ കൊണ്ട് കാണിക്കാം. അപ്പോൾ ഒരു കൗതുകം തോന്നി, പാറപ്പുറത്ത് ഇങ്ങനെ ചാരി നിന്നിങ്ങനെ രണ്ട് കൊച്ചു വർത്താനം പറയുമ്പോൾ ഒരു രസമല്ലേ. അതാണ് സംഗതി. കൊട്ട വെയിലാണേ, തൊപ്പി വയ്ക്കാൻ രക്ഷയില്ല. അങ്ങനെ നമ്മളിതേ കടലും കായലും ഒന്നിച്ച് ചേരുന്ന സ്ഥലത്തേക്ക് നടന്നെടുക്കുകയാണ്. ഇതണ്ട കടൽ, കായൽ. ഈ ഡോറാ ബുജിയിലെ പിള്ളേർ പറയും പോലെ കുറുനരി കൂടരുതെന്ന് വെച്ചാൽ ആ ഒരു കോമഡി പോലെ ആയില്ലേ കടൽ കായലെന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണ്ട. യാ, അപ്പോൾ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ സംഗമം നടക്കുകയാണ്, കടലും കായലും. അപ്പോൾ ഈ കാണുന്നത് കായൽ. പ്രത്യേകം അറിയാം, ഈ സൈഡായപ്പോൾ എന്താ ഈ പൂവാറായി. ഇത് കടൽ. ഇത് രണ്ടും സംഗമിക്കുന്ന സ്ഥലമാണത് ഈ കളറ്. രണ്ട് ഇപ്പുറത്തൊരു നീല, ഇത് പച്ച കളറാണ് വെള്ളത്തിന്, ഞാൻ കാണിച്ചു തരാം. അപ്പുറത്ത് ഇതിൻ്റെ നീല കളർ. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്ത് നീല, ഇപ്പുറത്ത് ആ ഒരു പച്ച ഭയങ്കര രസം. അപ്പോൾ ഈ നമ്മൾ കായൽ നിൽക്കുന്ന സ്ഥലം പൂവാറാണ്, പൂവാറ്. അപ്പോൾ കടൽ പ്രദേശം ഇപ്പുറം പൊഴിയൂർ. അപ്പോൾ ഇതാണ് സംഗതി. ഞാനത് ക്യാമറ അടുത്തുകൊണ്ട് കാണിക്കാം. എനിക്ക് അവിടെ നിന്നപ്പോൾ ഒരു എന്താ പറയുക, ഒരു രസം തോന്നി. ഇതാ ഇങ്ങനെ നമുക്ക് നോക്കിയാലോ, വേണ്ട വെള്ളത്തിന് നിറം നോക്കിയേ, പച്ച നിറയില്ലയോ, വേണ്ട നല്ല പച്ച നിറം. ഇതേ അവിടെയാ, ഇത് കണ്ട സംഗതി നീലായി, വേണ്ട നീല കലർന്ന, അല്ല പച്ച കലർന്ന നീല. അപ്പോൾ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പറഞ്ഞതൊക്കെ ഓർമ്മ കാണുമല്ലേ അല്ലേ? യാ 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 ഒന്നുകൂടെ പറയാം. അത് പൂവാറ്, കായൽ, രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന പൊഴി ഇതാ നിൽക്കുന്നു. നടന്നപ്പുറം ക്രോസ് ചെയ്യാനുള്ള ചങ്കുറപ്പ് ഇല്ല. കാരണം ഇത് കണക്റ്റ് ആകുമ്പോൾ അവിടെ നല്ല ആഴമുണ്ട്, അപകടമാണ്. എന്താ ഇത് കടലിലെ തിരമാല ദേ ഇവിടെ വന്ന് ഇതാ അണ്ടാ പോയി വേണ്ട എൻ്റെ അടുത്തെത്തി സംഗതി. കടാ കായലുമായിട്ടിലേക്ക് എന്താ സുന്ദര സംഗമമല്ലയോ. കടൽ തിര കായലുമായിട്ട് കണക്ട് ചെയ്തു. ഇതിൻ്റെ അത് അവിടെ കയറി ദേ കണ്ട അത് കായലിൽ അങ്ങ് ലയിച്ചു. ഇതിൻ്റെ ഒരു സൂപ്പർ തിര പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പിടിച്ചാലോ. അതേ ആ തിര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അത്ര പോരാ. യെസ്, കായലിൻ്റെ പ്രത്യേകത എന്താ? കായലിൽ തിര ഇതുപോലെ തിരമാലയുണ്ടോ? ഇല്ല, കടലല്ലേ തിരമാല. അപ്പോൾ കട. അപ്പോൾ ഇതേ സംഗമിച്ചു, കായലും കടലും സംഗമിച്ചു. ഒന്നുകൂടെ ക്ലോസപ്പിൽ കാണിക്കാം. ദേ വരുന്നു നമ്മുടെ പൊഴിയൂരിൻ്റെ, അതവിടെ നിന്ന് കണക്റ്റായി. എന്താ കണ്ട നിങ്ങൾക്ക് എനിക്ക് വട്ടാന്ന് വിചാരിക്കുമല്ലേ. കുറേ നേരം കൊണ്ട് കായൽ കര എന്ന് പറയുന്നുണ്ട് ഞാൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. കായൽ ഇതിൻ്റെ ആ തിര ഇങ്ങനെ കറക്റ്റായിട്ട് കടൽ തിരതയെ വരുന്നു. ഇതാ കായലിലെ വെള്ളമായിട്ട് ലിങ്കായി. അപ്പോൾ എന്തായി? പൊഴിയായി, പൊഴി. അപ്പോൾ ഇനി ബോറടിപ്പിച്ചാൽ നിങ്ങൾ പറയും എനിക്ക് വട്ടാന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾ ചാനൽ മാറ്റി പിടിക്കും. ദൈവം ഏതാണ്ട് ഇങ്ങനെ അടുത്തെത്തി കേട്ടോ. എൻ്റെ കാലിൻ്റെ അവിടെ വരെ എത്തി. കണ്ട അവിടെ കിടന്ന് തിരയാണ്. അപ്പോൾ സ്നേഹം കൊണ്ട് കണ്ട എൻ്റെ കാൽച്ചൂട് വരെ എത്തിയ സംഗതി. അതും ഒരു അനുഭവമാണ്. കാരണം ഇത്രയും നേരം ഇതുവരെ അടുത്ത് വന്നില്ലായിരുന്നു. ഇഷ്ടം തോന്നിയതുകൊണ്ടായിരിക്കാം. അപ്പോൾ
അവിടെ നിന്ന് ഒരാൾ മണലി കളിക്കുന്നുണ്ട. വയസ്സ് 50 കഴിഞ്ഞേ. പള്ളിയിലച്ഛനാണ്. കുട്ടികളുടെ സ്വഭാവമാണ്. തൊട്ടടുത്ത് ഇവിടെ ചുറ്റുവട്ടത്ത് പള്ളിയിലാണ്, പൊഴിയൂരിന് ഇച്ചിരി അപ്പുറത്തുള്ള പള്ളിയിലാണ് പുള്ളിയുടെ പുള്ളിയുടെ ചർച്ച എവിടെയാണ്. അപ്പോൾ എപ്പോഴും ഞാനും ഇദ്ദേഹവുമാണ് പല ഈ യാത്രകളിലും ഒരുമിച്ച് പോകാറ്. ഒന്നുകിൽ കാറിൽ പോകും, അല്ലെങ്കിൽ ബൈക്കിൽ പോകും. അപ്പോൾ ഇങ്ങനെ പുള്ളിയുടെ കൗതുകത്തിലാണ്. എൻ്റെ ഒരു ഒരുപാട് സുഹൃത്തുക്കളില്ല, ആത്മസുഹൃത്താണ് ഇദ്ദേഹം. അങ്ങനെ ഒരുപാടെന്ന് പറയാനില്ലല്ലോ. വേണ്ട, കുട്ടിത്തം വിട്ട് മാറാത്ത പള്ളിയിലച്ഛൻ്റെ കൊച്ചു കഥ ചിരി കാണുമ്പോൾ അറിയാം ആ ഒരു കള്ളത്തരം. കൈ കാണിച്ച് വേണ്ട, പുള്ളി സമ്പാദിച്ച്. ഒന്നുകൂടെ കാണിച്ച് കൈ കാണിയിട്ട് മനുഷ്യ. അടിപൊളി. ഇത് സംഗതി എന്തറിയാമോ? കടലിൽ പോയൊരു ഹെൽമെറ്റാണ്. കടലിൽ പോയ ഹെൽമെറ്റ് തിരിച്ചു കിട്ടുമോ നോക്കാം. ഈ ഹെൽമെറ്റിനെ നമുക്ക് കടലിലെറിയാം, തിരിച്ചു വരുമോ നോക്കിയാലോ. അത്ര ആരോഗ്യം ഉണ്ടായിരുന്നല്ലേ. നമുക്ക് ഹെൽമെറ്റ് ഒന്ന് കണ്ടുപിടിച്ചാലോ. അതേ സംഗതി ഇത് തന്നെ. ആ ഹെൽമെറ്റ് ഇതേ തവറിൻ്റെയായിരുന്നു. അതിങ്ങ് എത്തുമോ നോക്കാവേ. കടലിൽ ജീവനില്ലാത്ത വസ്തു തിരിച്ചു എന്നതാണ് സത്യം. തട്ടിപ്പോയാലും 3-ാം പക്കം ഇങ്ങനെ തിരിച്ച് കിട്ടണമെന്നാണ്. അല്ലെങ്കിൽ മീൻ കഴിച്ചിരുന്നാണ് അർത്ഥം. എന്തായാലും ഹെൽമെറ്റിൽ ഇങ്ങനെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഉള്ളിലോട്ട് പോയില്ല, തിരിച്ച് തിരികെ ഇവിടെ തന്നെ വന്നോളും. അടുത്ത തിര വരുമ്പോൾ അതിങ്ങോട്ട് വരും ഇല്ലേ. ഇതേ അടുത്ത തിര കയറിയിട്ടുണ്ട്. അതിനിതാ കറക്കി അതാ ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നോക്കാം. കണ്ട ഹെൽമെറ്റിൻ്റെ ഒരു അവസ്ഥയെ ആരോ വലിച്ചെറിഞ്ഞതോ കൗതുകം കാണിച്ചപ്പോൾ പോയതോ ആണ്. സംഗതി തറയിൽ കിടന്നപ്പോൾ ഞാനും ഒരു സാഹസം കാണിച്ചതാണ്. എന്തായാലും ഇത് അടുത്ത തിര വരുന്നു. ഇച്ചിരി സാമാന്യം നല്ല തിരയാണെന്ന് തോന്നുന്നു. പോരാ, അതിൻ്റെ അടുത്തത് അങ്ങോട്ട് തന്നെ കൊണ്ടുപോയാലും. എന്തായാലും അത് കരയ്ക്ക് അടഞ്ഞു എന്നതാണ് സത്യം. അതങ്ങനെ കളിക്കുന്നു. Yes. എല്ലാം പോയി പൊട്ടിയും. അത് വെയിലത്ത് അത് ഈ മൾട്ടി കളർ നോക്കാനാണ്. അത് പോയി, അത് പൊട്ടിയോ? പൊട്ടി പോയി. കണ്ട കടലിൻ്റെ സംഗതികളൊക്കെ കണ്ട. എന്തോരം നല്ല ഭംഗിയുള്ള കടൽ. എന്താ പറയുക, ഇതിൻ്റെ പേരെന്തോന്നു? ശംഖല്ലേ, ശംഖിൻ്റെ പല രൂപങ്ങളാണ്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.